ഫേസ് ആകെ ഡള്ളായിട്ടിരിക്കുക. അപ്പോൾ നമുക്കൊന്നൊരു ഫേസ് പാക്ക് ആയാലോ? ഗ്ലോ ആവാൻ പറ്റും, നമുക്കൊന്ന് നോക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തൈരും മുൾട്ടാണിമിട്ടിയും മഞ്ഞപ്പൊടിയും അതിനോട് കൂടെ തന്നെ റോസ് വാട്ടറാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. റോസ് വാട്ടർ അറിയാമല്ലോ, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കി തരും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമുക്കതാക്കി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി അറിയാം, റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിൽ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഭയങ്കര ബെനിഫിറ്റുള്ള സാധനമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോഴ്സസൊക്കെ ക്ലോസ് ആവുകയും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആയി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി, അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു വീക്കിലി ഒരു 4 ഡേയ്സൊക്കെ നമ്മൾ മുൾട്ടാണിമിട്ടി യൂസ് ചെയ്യുന്നവരുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റും നല്ല എന്താ പറയുക, നല്ല ഗ്ലോയി ആയിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ഉപയോഗം പിന്നെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കത് എല്ലാം കൂടെ നന്നായിട്ട് നല്ല ക്ലീൻ പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിന് ചുറ്റും, അതുപോലെ തന്നെ ഫേസ് ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് കഴുത്തിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, ഫേസിൽ തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നതേ, നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കണ്ണിന് ചുറ്റും ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി റോസ് വാട്ടറും മഞ്ഞപ്പൊടിയൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നീറും. അപ്പോൾ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുമ്പോൾ അത് കണ്ണിലാവാതെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ ഫുള്ളും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഫേസ് ഒന്ന് ഡ്രൈ ആവണം. വല്ലാണ്ട് അങ്ങ് വലിഞ്ഞ് മുറുകണ രീതിയിൽ ഡ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഫേസ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് വാഷ് ചെയ്ത് നോക്കാം. നന്നായിട്ട് പതുക്കെ ചെറുതായിട്ട് കൂടെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ വരാം. ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോയിലുള്ള എൻ്റെ ഫേസും അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഫേസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ? അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.